ഗായ്സ്, അടുത്ത 24 മണിക്കൂറിൻ്റെ ഉള്ളിൽ നമ്മൾ ഏകദേശം 1 lakh സ്റ്റെപ്പ് കൗണ്ട് ചെയ്യാൻ പോവുകയാണ്. എനിക്കറിയാം ഇറ്റ്സ് വെരി ഹാർഡ് ചാലഞ്ചാണെന്ന്, ബട്ട് ഐ വിൽ ട്രൈ. സമയം 12:26. എല്ലാം പോസിബിൾ ആയതുകൊണ്ട് തന്നെ ഇതും നമ്മൾ 1, 2 വെച്ച് തുടങ്ങി. എനിക്കറിയാം ഈ രാത്രിയിൽ എല്ലാവരും കിടന്ന് നല്ല ഉറങ്ങുന്നുണ്ടാവും. പക്ഷേ നമ്മളൊരു ചാലഞ്ച് ഏറ്റെടുത്തല്ലേ ചെയ്യണ്ടേ. പിന്നെ ഞാൻ മണിക്കൂറോളം ഇരുന്ന് കഷ്ടപ്പെട്ട് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നാണ് ഞാൻ ഏകദേശം ഒരു ലെവലിൽ, ഈ രാത്രിയിൽ തന്നെ ഏകദേശം ഒരു ലെവലിൽ നമ്മളുടെ കൗണ്ട് എത്തിച്ചത്. ഈ രാത്രി തന്നെ നമ്മൾ ഏകദേശം ഉപ്പാട് ഇളക്കി. ഏകദേശം നമ്മൾ 4000 സംതിങ് സ്റ്റെപ്സ് നമ്മൾ നടന്നു കഴിഞ്ഞു. ഞാൻ കാണിച്ചു. കണ്ടില്ല ഗായ്സ്, ഏകദേശം നമ്മൾ 4000 സംതിങ് സ്റ്റെപ്സ് നടന്നു കഴിഞ്ഞു. ഇനിയിപ്പോൾ ഒന്നും ചെയ്യാൻ കഴിയില്ല. ഇനി രാവിലെ നേരം കൊടുത്തിട്ട് ബാക്കി. ആ കണ്ട മാസ് ഡയലോഗ് അടിച്ച് കിടന്നുറങ്ങിയ ഞാൻ പിന്നീട് രാവിലെയാണ് ആ കാര്യം ശ്രദ്ധിച്ചത്. സമയം 9 മണിയായി. ഇനിയാകെ കുറച്ച് മണിക്കൂറോടെ ഉള്ളൂ. മൊത്തത്തിൽ മൂഞ്ചിപ്പോയി തോന്നുന്നു. എന്താണെന്ന് നോക്കാലോ. ഗായ്സ്, ഏകദേശം 1 മണിയായിട്ടുണ്ട്. വീട്ടിലെ കുറച്ച് പണികളും പിന്നെ പുറത്തൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യണ്ടേ, അതൊക്കെ ചെയ്തു വന്നപ്പോഴത്തേന് സമയം ഏകദേശം 1 മണിയുമായി. നമ്മൾ സ്റ്റെപ്പ് കൗണ്ട് ഏകദേശം 7535 സോ നമുക്ക് സ്റ്റെപ്പ് കൗണ്ട് കൂട്ടാനുള്ള ഏകദേശം എനിക്ക് തോന്നുന്നു 11 മണിക്കൂറുള്ളൂ. ഓരോ മണിക്കൂറിലും 5000-10,000 സ്റ്റെപ്പ് വെച്ചിട്ട് കൗണ്ട് ചെയ്യണം. എന്തായാലും ഇനിയുള്ള മണിക്കൂർ ഫുള്ള് നമ്മൾ ഇതിന്റെ സ്റ്റെപ്പ് കൗണ്ട് കൂട്ടാനുള്ള പരിശ്രമത്തിലാണ്. വീട്ടിൽ തന്നെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് കളിച്ചിട്ടെങ്കിലും സ്റ്റെപ്പ് കൗണ്ട് കൂട്ടണം. സമയം ഏകദേശം 1:03 5535 സ്റ്റെപ്പ് ആകെ ആയിട്ടുള്ളൂ. ഞാൻ പിന്നെ എന്ത് ചെയ്തു, വീട്ടിൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടന്നുകൊണ്ടിരുന്നു. ഇങ്ങനെ നടന്ന് ഏകദേശം കാലിന് എന്തായാലും നല്ല പെയിൻ ഉണ്ട്. ഇങ്ങോട്ട് നടന്ന് പിന്നീട് ഞാൻ ഭക്ഷണം കഴിച്ച് പിന്നീട് നമ്മൾ വാച്ചിൽ നോക്കിയപ്പോഴാണ് അത് കണ്ടത്. 10000 സ്റ്റെപ്പ് കടന്നു കഴിഞ്ഞു. ഐ ആം ഹാപ്പി. അപ്പോൾ ഗായ്സ്, ഇപ്പോൾ ഏകദേശം സമയം 2:05 ആയിട്ടുണ്ട്. നമ്മൾ ഏകദേശം 10000 സ്റ്റെപ്പ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഏകദേശം 10 മണിക്കൂർ ആ ലെവലിനേ ഉള്ളൂ. എന്താ ചെയ്യാന്നൊരു വലിയ കൊടുത്തൊന്നും കിട്ടണില്ല, ബട്ട് ഐ വിൽ ട്രൈ. അതെ ഗായ്സ്, നമ്മൾ ട്രൈ നടത്തും. റൂമിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് എന്തായാലും ഇന്ന് ഞാനൊരു കാര്യം പഠിച്ചു. നടന്ന് എങ്ങനെയാണ് ഇത്രയും 1,00,000 സ്റ്റെപ്പിൽ എത്തിക്കുക എന്നുള്ളത് സിമ്പിളായിട്ടുള്ളൊരു കാര്യമല്ല. ഫൈനലി വി ആർ 20,000 സ്റ്റെപ്പിലെത്തി. അപ്പോൾ ഗായ്സ്, നമ്മുടെ ചാലഞ്ച് ഒഫീഷ്യലി തോറ്റിരിക്കുകയാണ്. നമ്മൾ കളവ് പറയേണ്ട ആവശ്യമൊന്നുമില്ല, ഉള്ളത് പറയാലോ. ചാലഞ്ചിൽ നമ്മൾ ഒഫീഷ്യലി തോറ്റിരിക്കുകയാണ്. കാരണം ഇന്ന് ഞാൻ ചാലഞ്ച് എന്തായാലും കൂടുതൽ ഞാൻ ചെയ്തില്ല, ചെയ്യാനുള്ള സമയം കിട്ടിയില്ല. കാരണം വീട്ടിലൊരുപാട് പണി കാര്യങ്ങളൊക്കെ ഉണ്ട്, പിന്നെ ടൈമും കിട്ടിയില്ല. ഉള്ള ടൈം കൊണ്ടാണ് ഞാൻ ഏകദേശം ഉള്ള ടൈമിലാണ് ഏകദേശം 20,000 സ്റ്റെപ്പോളം കംപ്ലീറ്റ് ചെയ്തത്. സമയം ഇനിയുണ്ട്. ഇപ്പോൾ 10 മണി ഏകദേശം ആയിട്ടുള്ളൂ. ഇനി 2 മണിക്കൂറോളം ഉണ്ട്. എന്തായാലും ഈ ചാലഞ്ച് ഞാൻ എന്തായാലും ഇങ്ങനൊരു ചാലഞ്ച് ഞാൻ ചെയ്യാണ്ടെങ്കിൽ ഈ ചാലഞ്ച് ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടേ ഇരിക്കുള്ളൂ. കാരണം ഇന്ന് ഞാനിത് തുടങ്ങി വെച്ച് പോയി, പിന്നെ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. കാരണം നമ്മളൊരു വാക്ക് പറഞ്ഞാൽ ആ വാക്ക് പാലിക്കും. എന്തായാലും ഞാൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുള്ള സത്യം പോലെ പറയാമല്ലോ. 20,000 സ്റ്റെപ്പ് ആയിട്ടുള്ളൂ. ഞങ്ങൾ കാണിച്ചു തന്നല്ലോ 20,000 സ്റ്റെപ്പ് ആയിട്ടുള്ളൂ. എന്തായാലും ഇതൊക്കെ പോസിബിൾ ആയിട്ടുള്ള കാര്യം തന്നെയാണ്, ഇമ്പോസിബിൾ ഒന്നുമല്ല, പോസിബിൾ തന്നെയാണ്. ബട്ട് എനിക്ക് സമയം കിട്ടിയില്ല, ഇനിയും സമയമുണ്ട്. എന്തായാലും അടുത്ത അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ബൈ.